UDF മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായി ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും. മന്ത്രി പദവി പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ. വകുപ്പ് വിഭജനവും ചർച്ചയിലെ പ്രധാന അജണ്ടയാകും. രാവിലെ കന്റോൺമെന്റ് ഹൌസിലാണ് ഘടകകക്ഷികളുമായി ചർച്ചകൾ നടത്തുക. റോഷിപാൽ വിവരങ്ങൾ നൽകാനുണ്ട്. റോഷി, അപ്പോൾ വലിയ തർക്കത്തിനൊന്നും സാധ്യതയില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉണ്ടാവും. പക്ഷേ 2 മന്ത്രിസ്ഥാനം ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികളൊക്കെ ഒരു മന്ത്രിസ്ഥാനം വെച്ചിട്ടാണ് ആവശ്യപ്പെടുക. പക്ഷേ ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സാധ്യത, റോഷി? ഷിഹാസ്, ശ്രുതി, ഇന്നലെ തന്നെ UDF മന്ത്രിസഭാ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതാണ്. ഇന്നലെ വൈകിട്ടാണ് കന്റോൺമെന്റ് ഹൌസിൽ VD സതീശന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നത്. ആ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഉഭയകക്ഷി ചർച്ചകളായിരിക്കും. കോൺഗ്രസ് നേതൃത്വം ഒപ്പം നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും എല്ലാ ഘടകകക്ഷികളുമായി പ്രത്യേകമായിട്ടാണ് ചർച്ചകൾ നടത്തുക. അവരുടെ പ്രധാന ആവശ്യങ്ങൾ അത് ചർച്ചയാകും. അവർ ആവശ്യപ്പെടുന്ന വകുപ്പുകൾ അതൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ആദ്യം ഒരുപക്ഷെ മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ടാകാം ചർച്ച. അത് ദീർഘനേരമാകും. കാരണം 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടാൽ ചർച്ചകൾ നീണ്ടുപോകും. അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, CMB, RSP അടക്കമുള്ള എല്ലാ കക്ഷികളുമായി ചർച്ച UDF കോൺഗ്രസ് നേതൃത്വം നടത്തും. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം ഓരോ ഘടകകക്ഷികൾക്കും എത്ര മന്ത്രി പദവി നൽകണം എന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഇന്നാണ് ഉണ്ടാവുക. ഇന്നൊരു പക്ഷേ ഈ ഘടകകക്ഷികളുമായുള്ള ഒറ്റക്കൊറ്റക്കുള്ള കൂടിക്കാഴ്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം UDFന്റെ നേതൃയോഗം ചേരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും വകുപ്പ് വിഭജനം ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചകളിൽ തീരുമാനമാകും. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.